ഹായ്, ഇന്ന് പെസഹ വ്യാഴമാണ്. അപ്പോൾ ഞങ്ങളിന്നൊരു യാത്ര പോവുകയാണ്. മൂകാംബികയ്ക്കാണ് ഞങ്ങളിന്ന് പോകുന്നത്. വൈകിട്ടൊരു 6:30 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. മൂവാറ്റുപുഴ അപ്പുറം പേരയ്ക്കാപ്പള്ളിയിൽ നിന്ന് നമ്മൾ 2 കേസ് വെള്ളം വാങ്ങിച്ച് വണ്ടി വെച്ച് പോകുന്ന വഴിക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോയി പാലിയേക്കര അവിടെ ചെന്നപ്പോൾ നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് വണ്ടി 2007 മോഡൽ വണ്ടിയാണ് നമ്മുടെ. അത്ര പഴയ വണ്ടിക്കും ഫാസ്റ്റ് ട്രാക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരത്തെ അത് ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ടും ഇപ്പോഴാണ് നമ്മൾ ഫാസ്റ്റ് ട്രാക്കിൻ്റെ ആവശ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ പാലിയേക്കരയിൽ നിന്ന് ഫാസ്റ്റ് ട്രാക്ക് എടുത്തു. SBIയുടെ ഫാസ്റ്റ് ട്രാക്ക് എടുത്ത് അതിന് 600 രൂപ ചിലവായി. 600 രൂപ എന്ന് പറഞ്ഞാൽ 200 രൂപ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള, പിന്നെ 100 രൂപ ആദ്യത്തെ ഡെപ്പോസിറ്റ് എന്നാണ് അവർ പറഞ്ഞത്. അത് നമുക്ക് ഉപയോഗിച്ച് നമുക്ക് പൈസ ഇല്ലെങ്കിൽ കടന്നു പോകാം. പിന്നീട് പൈസ ഇടുമ്പോൾ അത് കുറവ് കാണിക്കും. പിന്നെ 300 രൂപ സർവീസ് ചാർജ്. അങ്ങനെ 600 രൂപയ്ക്ക് നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് എടുത്തു. അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോയി. നമ്മൾ മാഹി വരെയുള്ള പെട്രോളാണ് നമ്മൾ വണ്ടിയിൽ അടിച്ചിരുന്നത്. ഏകദേശം 20 ലിറ്റർ ഞാൻ ഇവിടുന്ന് അടിച്ചുള്ളൂ. വണ്ടിക്ക് ഇത് കുറച്ച് എണ്ണ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ മാഹിയിൽ ചെന്നപ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും. ഒരു ലിറ്ററിന് ഏകദേശം 15 രൂപ കുറവാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് ഫുൾ ടാങ്ക് വണ്ടിക്കകത്ത് എണ്ണ അടിച്ചു. അതിനുശേഷം നമ്മൾ പോകുന്നത് നേരെ ഇരട്ടിയിലേക്കാണ്. ഇരട്ടി മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലേക്കാണ്. വെളുപ്പിനെ ഒരു 6:30 നമ്മൾ ആ ക്ഷേത്രത്തിൽ ചെന്നു. അവിടുന്ന് ഫ്രഷായി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. അവിടുന്ന് നേരെ പറശ്ശിനിക്കടവിനാണ് പോവുക. അവിടെ നമ്മളൊരു 10:30-11 ആയപ്പോൾ ചെന്നു. അവിടുന്ന് ദർശനം നടത്തി നേരെ നമ്മൾ പോയത് ഉടുപ്പിക്കാണ്. ഉടുപ്പിയിൽ വൈകിട്ട് ഒരു 8 മണിയോടുകൂടി ചെന്നു. അപ്പം ഉടുപ്പിയിലും ദർശനം നടത്തി നേരെ പോയത് നമ്മൾ മൂകാംബിക. ഈ മൂകാംബികയ്ക്ക് നമ്മൾ അവിടെ ചെന്നപ്പോൾ വെളുപ്പിനെ 3 മണിയായി. അപ്പം തന്നെ നമ്മളൊരു റൂം എടുത്ത് അവിടെ റൂമിൽ സാധനങ്ങളെല്ലാം കയറ്റി വെച്ച് രാവിലെ നമ്മൾ ഒരു 7 മണിയായപ്പോൾ ഫ്രഷായിട്ട് നമ്മൾ അവിടുന്ന് മൂകാംബിക ദർശനം നടത്തി. അവിടുന്ന് പിന്നെ നമ്മൾ കുടജാദ്രി അവിടുന്ന് ഒരു ജീപ്പ് എടുത്താണ് പോകുന്നത്. അത് പോയി തിരിച്ച് വന്നതിന് ശേഷം നമ്മൾ മുരുടേശ്വർക്ക് പോവുകയാണ് ഇത്. നമ്മൾ ആ പോയ വഴിയിൽ നമ്മൾ സൗവർണിക നദി അവിടെ നമ്മൾ പോയി അതിന് ശേഷമാണ് മുരുടേശ്വർ പോയത്. അത് ഇതിനെപ്പറ്റിയൊക്കെയുള്ള വിശദമായ വീഡിയോ ഞാൻ ഓരോന്നായിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. അതിനോട് പറ്റിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ തന്നെ. അപ്പോൾ അതിനുശേഷം മുരുടേശ്വർ നമ്മൾ വൈകുന്നേരം ഒരു 5-5:30 കൂടി ചെന്നു. അവിടെ ദർശനം നടത്തി. നമ്മൾ ഒരു 9-9:30 കൂടി അവിടെ നിന്ന് ഇറങ്ങി. എല്ലാം കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് മൈസൂർക്കാണ്. അതായത് തിരിച്ച് മംഗലാപുരം വന്ന് നമ്മൾ മംഗലാപുരം വഴിയാണ് പോയത്. തിരിച്ച് മംഗലാപുരം വന്ന് അവിടെ നേരെ മൈസൂർക്ക് പോയി. മൈസൂർ ഞങ്ങൾ പിറ്റേന്ന് രാവിലെ ഒരു 10:30 കൂടി ചെന്നു. അവിടെ ഞങ്ങൾ റൂം എടുത്തു. ഒരു 11 മണിയായപ്പോൾ റൂം എടുത്തിട്ട് ഞങ്ങൾ നേരെ ഫ്രഷായി കഴിഞ്ഞിട്ട് നേരെ പോയത് സൂവിലേക്കാണ്. സൂ കണ്ട് ഇറങ്ങി നേരെ ഞങ്ങൾ വന്നത് പാലസിൽ അന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞായറാഴ്ച ദിവസമാണ്, അതായത് ആഴ്ച അവസാനവും വിശേഷ ദിവസങ്ങളിലും അവിടെ ഈ പാലസ് ഒരു 7 മണി തൊട്ട് 7:30 വരെ ഉള്ള സമയത്ത് ഫുള്ള് ലൈറ്റിലായിരിക്കും. ഭയങ്കര ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഞങ്ങൾ അന്ന് ഞങ്ങൾ ചെന്ന ദിവസം ഞങ്ങൾക്കത് കാണാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പോൾ ഞങ്ങളത് കണ്ട് അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് വൃന്ദാവൻ ഗാർഡനിലേക്കാണ്. അവിടെ ചെന്ന് ഞങ്ങൾ ലൈറ്റ് ഷോ കണ്ടു. അപ്പോൾ ലൈറ്റ് ഷോ അവിടുത്തെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ റൂമിൽ വന്നു. വൃന്ദാവൻ ഗാർഡൻ കണ്ട് റൂമിൽ വന്നു. അത് കണ്ടു കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഫിലോമിന ചർച്ച് അവിടെ പോവുകയുണ്ടായി. അതിനുശേഷം ചാമുണ്ടേശ്വരി ഹിൽസ് അവിടെ പോയി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. തിരിച്ച് അവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നത് കോയമ്പത്തൂർക്കാണ്. കോയമ്പത്തൂർ വന്ന് ആദിയോഗി അവിടെ ദർശനം നടത്തി. അതായത് ഞങ്ങൾ വന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം വൈകിട്ട് 6:30 കൂടിയാണ്. അപ്പോൾ ഞങ്ങളവിടെ ചെന്ന് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോഴാണ് അവിടുത്തെ ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. 7 മണി തൊട്ട് എന്ന രീതിയിലാണ് അവിടുത്തെ ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഞാനീ പോയ വഴിയിൽ ക്ഷീണം തോന്നിയപ്പോഴൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ഷീണം തോന്നിയപ്പോഴൊക്കെ വാഹനം ഞാൻ നിർത്തി റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് വണ്ടി എടുത്തേക്കുന്നത്. അപ്പോൾ രാത്രിയായാലും പകലായാലും എനിക്ക് ക്ഷീണം തോന്നുമ്പോൾ ഞാൻ വണ്ടി സൈഡാക്കി
വണ്ടി നിർത്തുക ചെയ്തത്. എന്നിട്ട് വണ്ടിക്കകത്ത് തന്നെ റെസ്റ്റ് ചെയ്യും. അതിനുശേഷം ക്ഷീണം മാറുമ്പോൾ വണ്ടി എടുക്കുക. അങ്ങനെയാണ് ഞാൻ പോയത്. അല്ലാതെ ത്രൂ ഔട്ട് വണ്ടി ഓടിച്ചില്ല. കാരണം പകൽ ഇവരുടെ കൂടെ എല്ലാ സ്ഥലങ്ങളിൽ തന്നെ സന്ദർശിക്കുകയുണ്ടായി. ആ കൂടെ തന്നെയാണ് നമ്മൾ ഈ വാഹനം ഓടിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യമുള്ള സമയങ്ങളിലെല്ലാം റെസ്റ്റ് ചെയ്താണ് നമ്മൾ പോയത്. അപ്പോൾ ഏകദേശം ഒരു 5 രാത്രിയും 4 പകലുമാണ് നമുക്ക് എടുത്തിരിക്കുന്നത്. ഞാൻ ഇത്രയും ദിവസം കൊണ്ട് 1694 കിലോമീറ്റർ വണ്ടി ഓടിച്ചു. അതിന് ഏകദേശം 10,743 രൂപ ചിലവായി പെട്രോള് ആയിട്ട്. അതായത് മാഹിയിൽ 15 രൂപ അടുത്തും കർണാടകത്തിൽ 10 രൂപയും തമിഴ്നാട്ടിൽ 4 രൂപയും കുറവാണ് നമ്മുടെ ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലിറ്ററിലുള്ളൊരു എമൗണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ 3 ഫുൾ ടാങ്കും പിന്നെ ഇവിടുന്ന് പോകുന്ന നേരത്ത് 20 ലിറ്റർ പെട്രോളുമാണ് അടിച്ചേക്കുന്നത്. അപ്പോൾ ഏകദേശം ഇത്രയും പൈസ ചിലവായി. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ഈ യാത്ര പൂർത്തിയാക്കാൻ സാധിച്ചു. അപ്പോൾ നീതു എപ്പോഴും പറയും ദേവി ആഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ ദർശനം നടത്താൻ സാധിക്കൂ എന്ന്. അപ്പോൾ എനിക്ക് വളരെ പ്രാർത്ഥനയോടുകൂടിയാണ് ഞാനും മുന്നോട്ട് പോയത്. കാരണം എനിക്ക് അവിടെ ദർശനം നടത്തുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു കുഴപ്പങ്ങളും ഒരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും തോന്നാതെ തന്നെ ഞങ്ങൾക്ക് അവിടെ ദർശനം നടത്തി തിരിച്ചെത്താൻ സാധിച്ചു.